ിലേക്ക് പോകുന്നു. സജു ചാമക്കാല അവിടെ നിന്ന് നൽകും വിവരങ്ങൾ. സജു, ഈ മധ്യ കേരളത്തിലൊക്കെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? പ്രശ്നബാധിത ബൂത്തുകൾ ഈ മേഖലയിൽ എവിടെയൊക്കെയുണ്ടോ? പ്രജിനസത എന്തായാലും മധ്യ കേരളത്തിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എറണാകുളം ജില്ല മാത്രമായി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3000-ലധികം പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 15,000-ലധികം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം പോളിംഗ് സാമഗ്രികളൊക്കെയും വിതരണം ചെയ്ത് അതിന്റെ അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പോളിംഗ് സാമഗ്രികളുമായി ഈ ഉദ്യോഗസ്ഥർ ഇവരുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. KSRTC ബസ്സുകളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി. എന്തായാലും ഇനിയിപ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ എത്തി ബാക്കിയുള്ള ചുറ്റുവട്ടങ്ങൾ ഇപ്പോൾ അവർ ക്രമീകരിക്കുകയാണ്. ഇനിയിപ്പോൾ വോട്ടെടുപ്പിന് വിശേഷിക്കുന്നത് 15 മണിക്കൂറുകൾ മാത്രമാണ് കേരളം വിജയിക്കാൻ വേണ്ടി അവശേഷിക്കുന്നത്. എന്തായാലും അവസാനവട്ട ഒരുക്കത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ നീങ്ങുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെയും അവസാനവട്ട ഓട്ടപ്പാച്ചിലുകളാണ്. സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വോട്ടർമാരെ നേരിൽ കണ്ട് അവസാന ഘട്ടത്തിൽ വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. എന്തായാലും മധ്യ കേരളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 5 ജില്ലകൾ ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ UDF-ന് ഒരു ബാലികേറ മലയായി നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ BD സതീശൻ പറയുന്ന 100 സീറ്റുകൾ അടുത്തേക്ക് UDF-ന് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അവസാനവട്ട ഒരുക്കത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളും എത്തിയിരിക്കുകയാണ്. ശരി, സജു ചാമക്കാല കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.